ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് അൺറെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് മുന്നേ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, മേക്കപ്പ് ഇടുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട്. എത്രത്തോളം കെയർഫുള്ളായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു അത്രത്തോളം കെയർഫുള്ളായിട്ട് തന്നെ മേക്കപ്പ് റിമൂവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇന്ന് ഞാനൊരു നൈറ്റ് കെയർ റൊട്ടീനാണ് കേട്ടോ ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ ഫൗണ്ടേഷൻസോ കൺസീലേഴ്സോ ഒന്നും തന്നെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ കൂടുതലായിട്ടും സൺസ്ക്രീനാണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഞാനൊരു ക്ലെൻസിങ് വാട്ടർ വെച്ചിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുന്നുണ്ട്. സോ എൻ്റെ ഫേസിൽ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഓയിൽനെസ് നല്ല രീതിക്ക് ഉണ്ടാവും. സോ അതെല്ലാം റബ്ബ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പണിയാണ്. സോ ചില സമയത്ത് ഡിപ്പെൻഡ് അപ്പോൺസ് ദ വെതർ നമുക്ക് സ്കിന്നിൽ ഒരുപാട് ചേഞ്ച് വരാറുണ്ട്. അതുപോലെ ചിലപ്പോൾ നല്ല റെയിനി സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽനെസ് ഭയങ്കര കുറവായിരിക്കും. നല്ല സമ്മർ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽനെസ് ഭയങ്കര കൂടുതലായിരിക്കും. സോ അതുപോലെ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. ചില ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാറുണ്ട്. ചില ലിപ്സ്റ്റിക്സിന് ഓയിൽനെസ് കൂടുതലായിരിക്കും. സോ അതൊക്കെ പെട്ടെന്ന് റിമൂവായി പോകാറുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വെറ്റ് ചെയ്തതിന് ശേഷം ഫേസ് വാഷാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നോർമലി ഫേസ് വാഷ് ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. വാട്ടറിൽ ജസ്റ്റ് ഫോം ചെയ്തെടുത്തല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ മസാജ് ചെയ്യുകയാണ് ചെയ്യുക. ഫേസ് വാഷ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് പലപ്പോഴും എനിക്ക് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ തന്നിട്ടുള്ളത്. എൻ്റെത് കുറച്ചുകൂടെ ക്രീമി ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ ജെല്ലി ടൈപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഫേസിൽ ഡോട്ടഡ് ആയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക. ഒരു 1 to 2 മിനിറ്റ്സിനകത്തെങ്കിലും നിങ്ങൾ മസാജ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. സോ അങ്ങനെ ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനൊരു ഷീറ്റ് മാസ്കും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഞാൻ സ്കിൻ കെയർ ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്ത ഒരാളാണ്. വല്ലപ്പോഴും മാത്രം സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അതിനും അത്രമാത്രം കോൺഷ്യസ് അല്ല ശരിക്കും. ഇങ്ങനെ കോൺഷ്യസ് ആയി വരുന്നതേ ഉള്ളൂ. ശരിക്കും ഈ യൂട്യൂബ് വീഡിയോ എടുക്കുന്നതേ ഈ ഒരു ഷീറ്റ് മാസ്ക് ഉള്ളത് കൊണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ബ്രാൻഡ് നോക്കി വാങ്ങിയ ഒരു ഷീറ്റ് മാസ്ക് ഒന്നും അല്ല. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സാധനം മേടിക്കാനായിട്ട് പോയ ടൈമിൽ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ. ജസ്റ്റ് ഞാനിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുകളിൽ കൂടി. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു 15 മിനിറ്റ്സാണ് കേട്ടോ യൂസ് ചെയ്തത്. അതിന് ശേഷം ഞാൻ റിമൂവ് ചെയ്തു. ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷവും ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ മസാജിന് തന്നെ വലിയൊരു പാർട്ടുണ്ട് നമ്മുടെ ഫേസിൽ. സോ ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മസാജ് ചെയ്തു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തു. പിന്നെ ബാലൻസിന് നമുക്ക് നെക്കിലോട്ടും കൂടി ഞാൻ അപ്ലൈ ചെയ്തു. നെക്കും കൂടെ ചെയ്യുമ്പോൾ ഇവനായിട്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഫേസ് വേറെ നെക്ക് വേറെ ആയിട്ടിരിക്കും. നെക്കിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്കിൻ കെയർ റൊട്ടീൻ. സോ ഇനി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. രാവിലെ എണീക്കുക, നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഞാൻ ശരിക്കും ആദ്യമൊക്കെ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ഫേസ് വാഷ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്. കണ്ടോ ആ ഗ്ലോ, കണ്ടോ ഗ്ലോ. ബൈ ബൈ.